ഇവിടെ ഒരു ലേഡിക്കും മെന്റലി വീക്കായിട്ടുള്ള ഒരാൾക്കും കുഞ്ഞു ജനിക്കുന്നു. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചതും ആ ലേഡി താൻ മാത്രം സന്തോഷമായിരിക്കണമെന്ന് തീരുമാനിച്ച് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം ഇയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് പറയാതെ എവിടേക്കോ പോകുന്നു. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാൾ അവിടെ റോഡിൽ നിൽക്കുന്നു. ഓൾറെഡി ഇയാളും ഒരു കുഞ്ഞിനെ പോലെ ആയതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്നറിയാതെ ആ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്താണെന്ന് വിളിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് ഇയാൾക്ക് ആ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം അവരെ വീട്ടിലേക്ക് വിളിച്ച് കുഞ്ഞിന് ഏതൊക്കെ സമയങ്ങളിൽ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവനും ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് വളർത്താൻ തുടങ്ങുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടിക്ക് 8 വയസ്സുള്ള സമയം ഈ കുട്ടി ഇതേപോലെ മെന്റൽ വീക്ക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കരുതെന്ന് കേസ് വരുന്നു. തന്റെ കുഞ്ഞിനെ ഇനി വീട്ടിലേക്ക് വിടില്ല എന്ന് മനസ്സിലാക്കുന്ന അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയാൻ തുടങ്ങി. എന്നാൽ ഇവനെ കൊണ്ട് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയുമെന്ന് തിരിച്ചും കേസ് കൊടുക്കുന്നു. ക്ലൈമാക്സിൽ ഇവൻ അനുകൂലമായി വിധി വന്നാലും അവൻ അവന്റെ കുറവുകൾ മനസ്സിലാക്കി ആശ്രമത്തിന്റെ സഹായത്തോടെ കുട്ടിയെ വളർത്താൻ തുടങ്ങുന്നു.